വാലന്റൈൻസ് ഡേക്ക് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെൽവെറ്റ് കേക്കാണ്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. അതിനു വേണ്ടിയിട്ട് ആദ്യം വലിയൊരു ബൗൾ എടുക്കണം. ഇതിനുള്ളിലേക്ക് ഒരു അരിപ്പ് വെച്ചേക്കണം. 250 ml മെഷറിംഗ് കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൽ 2.5 കപ്പ് മൈദ മാവ് ഈ അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ ഉപ്പും 2 ടേബിൾ സ്പൂൺ അൺസ്വീറ്റൻഡ് കൊക്കോ പൗഡറും. ഞാനിവിടെ ഹെർഷീസിൻ്റെ കൊക്കോ പൗഡറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു നുള്ള് സിന്നമൺ പൗഡർ, അതായത് പട്ടയുടെ പൊടിയും ഇട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ആവത്തക്ക രീതിയിൽ വേണം ഇത് അരിച്ചെടുക്കേണ്ടത്. ഇനി ഇത് ഒരു വിസ്ക് കൊണ്ട് നല്ലതുപോലെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടി എപ്പോഴും വലിയ ബൗൾ തന്നെ യൂസ് ചെയ്യണം. ഇതിവിടെ നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. മറ്റൊരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് ഞാനിവിടെ 1.5 കപ്പ് റൂം ടെമ്പറേച്ചർ ബട്ടറാണ് എടുത്തിരിക്കുന്നത്. ഈ ബട്ടർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1.5 കപ്പ് പഞ്ചസാരയും ചേർത്ത് ഇതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ പഞ്ചസാര പൊടിച്ചിട്ടൊന്നുമില്ല, അതുപോലെ തന്നെയാണ് പഞ്ചസാര ഇടുന്നത്. ലോ സ്പീഡിൽ ഇട്ട ശേഷം മാത്രമേ സ്പീഡ് കൂട്ടാവൂ. ഇതിവിടെ ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 മുട്ടയാണ് ചേർക്കുന്നത്. ഓരോ മുട്ട വീതം ഇട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു മുട്ട ചേർത്ത് ബീറ്റായ ശേഷം അടുത്ത മുട്ട കൂടെ പൊട്ടിച്ചൊഴിക്കാം. മുട്ട ഇട്ടിട്ട് ബീറ്റ് ചെയ്യുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം. ലോ സ്പീഡിൽ തന്നെ ബീറ്റ് ചെയ്തെടുക്കണം. അടുത്ത മുട്ട പൊട്ടിച്ചൊഴിക്കാം. ടോട്ടൽ 2 മുട്ടയാണ് നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. ലോ സ്പീഡിൽ ബീറ്റ് ചെയ്ത ശേഷം ഇത് ഹൈ സ്പീഡാക്കി കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് വെജിറ്റബിൾ ഓയിൽ എടുത്തിട്ടുണ്ട്. ഇത് കുറേശ്ശെ ഒഴിച്ചു വേണം ബീറ്റ് ചെയ്തെടുക്കാൻ. സൈഡൊക്കെ ഒന്ന് ഒതുക്കിയ ശേഷം ബീറ്റ് ചെയ്തെടുക്കണം. നല്ലതുപോലെ ബീറ്റ് ചെയ്ത ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ വിനേഗറും, അതായത് വിനാഗിരി, 2 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 കപ്പ് ബട്ടർ മിൽക്ക് ഒഴിച്ച് വീണ്ടും ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ ബട്ടർ മിൽക്ക് റൂം ടെമ്പറേച്ചർ ബട്ടർ മിൽക്ക് തന്നെ ഇതിനു വേണ്ടി ഉപയോഗിക്കണം. കുറേശ്ശെ ഒഴിച്ച് വേണം ഇത് ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. അധികം പുളിയില്ലാത്ത ബട്ടർ മിൽക്ക് ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് 1 നുള്ള് റെഡ് ഫുഡ് കളർ ഉപയോഗിക്കണം. പെർമിറ്റഡ് ഫുഡ് കളർ തന്നെ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി കളർ എല്ലായിടും ആവാൻ വേണ്ടിയിട്ട് ഒന്ന് ബീറ്റായാൽ മതി. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഫുഡ് കളർ ചൂസ് ചെയ്യുമ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള നല്ല പ്രൊഡക്റ്റ് തന്നെ ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇതിവിടെ എല്ലാം നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഈ കൂട്ട് നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന മാവിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മാവിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കൂട്ടിട്ടിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒട്ടും കട്ട കെട്ടാതെ വേണം ഇത് ഇളക്കിയെടുക്കേണ്ടത്. ഇതുപോലെ ഫോൾഡ് ചെയ്ത് എടുക്കണം. ഇതിവിടെ നല്ലതുപോലെ ഞാൻ ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇതിൽ ഒട്ടും കട്ട കെട്ടിയിട്ടോ ഒന്നുമില്ല. ഈ സമയം കൊണ്ട് ഓവൻ 200 ഡിഗ്രി സെൽഷ്യസിൽ 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. കേക്ക് ടിന്നിലേക്ക് ഓയിലോ ബട്ടറോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് ഇളകി കിട്ടാനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇതിനുള്ളിലേക്ക് ഇതുപോലെ കപ്പ് കേക്കിൻ്റെ കവർ വെച്ച് കൊടുക്കാം.
ഇതിനുള്ളിൽ വെച്ചിട്ട് കൈ കൊണ്ട് അമർത്തരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ അങ്ങനെ അമർത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ ഷേപ്പ് നഷ്ടപ്പെടും. ഇനി ഈ കേക്കിൻ്റെ കൂട്ട് ഈ പാത്രത്തിൻ്റെ പകുതി വരെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഫുള്ള് എടുക്കേണ്ട ആവശ്യമില്ല. നന്നായി ഇത് ടാപ്പ് ചെയ്ത് കൊടുക്കണം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാനാണ് നമ്മൾ ടാപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതും ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ ഇഷ്ടമുള്ള സൈസിലൊക്കെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഏത് മോൾഡിലെടുത്താലും നമ്മൾ ഇതുപോലെ ടാപ്പ് ചെയ്ത് തന്നെ എടുക്കണം. ഇനി ഈ ചെറിയ മോൾഡിൽ ഇരിക്കുന്നതെല്ലാം ഞാൻ 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് ബേക്ക് ചെയ്താണ് എടുക്കുന്നത്. 10-15 മിനിറ്റ്. അത് നോക്കണം. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് സ്ക്യൂർ കൊണ്ടൊന്ന് കുത്തി നോക്കണം. കാരണം ഇത് ചെറിയ മോൾഡാണ്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് ബേക്കായി കിട്ടും. പിന്നെ ഇതുപോലത്തെ ഈ മോൾഡിലിരിക്കുന്നത് ഞാനൊരു 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കും. ഞാനിവിടെ ഒരുമിച്ച് വെച്ചാലും ഞാനൊരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്ക് ഈ മുകളിലത്തെ കേക്ക് പുറത്തേക്ക് എടുക്കും. പിന്നെ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കാണ് താഴെയുള്ളത് എടുക്കുന്നത്. ഇതിനു വേണ്ടി ഞാൻ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം. ഇതങ്ങനെ ഒരു കണക്കൊന്നുമില്ല, ഓരോരുത്തർക്ക് എത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. വിപ്പിംഗ് ക്രീം എപ്പോഴും നല്ല തണുത്തിട്ട് ഫ്രീസറിൽ വെച്ച് തന്നെ എടുക്കണം. ഞാനിവിടെ ഏകദേശം 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും 1/2 കപ്പ് ഐസിങ് ഷുഗറുമാണ് ഇടുന്നത്. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി 200 ഗ്രാമിൻ്റെ ക്രീം ചീസ് കൂടി ഇട്ട് ബീറ്റ് ചെയ്തെടുക്കണം. കേക്കിൽ തേക്കാനുള്ള ഫ്രോസ്റ്റിംഗ് തയ്യാറായിട്ടുണ്ട്. കേക്ക് ഇവിടെ ചെറിയ മോൾഡിൽ വെച്ചത് ബേക്കായി വന്നിട്ടുണ്ട്. അതിനി പുറത്തേക്ക് എടുക്കാം. ബാക്കി 10 മിനിറ്റ് മറ്റേ കേക്ക് വീണ്ടും ബേക്ക് ചെയ്തെടുക്കാം. കേക്കെല്ലാം ഇവിടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാം. ഈ കേക്ക് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു കേക്കാണ്. കണ്ടോ, നല്ല സ്പോഞ്ച് പോലെയാണ് ഇരിക്കുന്നത്. വളരെ സോഫ്റ്റാണ് ഈ കേക്ക്. ഇതുപോലെ ഫ്രോസ്റ്റിംഗ് ക്രീം വെച്ചിട്ട് അതിന് പുറത്ത് ഒരു കേക്ക് ഒന്ന് പൊടിച്ചിട്ട് അതിട്ട് കൊടുക്കാം. ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ ഈ വലിയ ട്രേയിലുള്ള കേക്കും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തണുത്ത ശേഷം കേക്ക് ടിന്നിൽ നിന്ന് മാറ്റാവുന്നതാണ്. ഈ കേക്കിന് മുകളിൽ നമുക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യാം. ഞാനിവിടെ സിമ്പിളായിട്ടുള്ളൊരു ഫ്രോസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫ്രോസ്റ്റിംഗ് ചെയ്യാവുന്നതാണ്. ഒരു കേക്ക് ഞാനിവിടെ ഫ്രോസ്റ്റിംഗ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് പുറത്തേക്ക് മറ്റേ കേക്ക് വെച്ചു കൊടുക്കാം. വീണ്ടും ഇതിൻ്റെ മുകളിൽ ഫ്രോസ്റ്റിംഗ് ചെയ്ത് കൊടുക്കാം. ഡെക്കറേറ്റ് ചെയ്യുന്നതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. വാലന്റൈൻ സ്പെഷ്യൽ റെഡ് വെൽവെറ്റ് കേക്ക് ഇവിടെ തയ്യാറായി. ഇത് വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.